Hi friends, CCSTECH പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് Netlink Ont SG 2801 എന്ന ONTയുടെ firmware എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം തന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഡിഫോൾട്ട് IP അഡ്രസ് ആയ 192.160.1.1 എന്ന IP അഡ്രസ് അടിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഡിഫോൾട്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അഡ്മിൻ എന്നായിരിക്കും വരിക. ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എടുക്കണം, അതിൽ സിസ്റ്റം മാനേജ്മെൻറ്റ് എടുക്കണം, അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എടുക്കുക. നമ്മളിതിൽ രണ്ട് firmware ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് GPON-ന് വേണ്ടിയിട്ടും ഒന്ന് EPON-ന് വേണ്ടിയിട്ടും. രണ്ടും സെപ്പറേറ്റ് നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്യേണ്ടതാണ്. ആദ്യം നമ്മൾ GPON ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഫയൽ സെലക്ട് ചെയ്ത ശേഷം അപ്ഗ്രേഡ് കൊടുക്കുക. അപ്പോൾ കൺഫർമേഷൻ ചോദിക്കും, കൺഫേം കൊടുക്കുക. നമ്മളുടെ ഫയൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ONU റിപ്പോർട്ടായ ശേഷം നമ്മൾ അടുത്തത് EPON-ൻ്റെ കൂടെ ചെയ്യുന്നതാണ്. ഇത് രണ്ടും ചെയ്യുന്നത് കമ്പൾസറി ആണ്, ചെയ്യണം. എങ്കിൽ മാത്രമേ രണ്ട് ഡിവൈസിലും ഒരുപോലെ വർക്ക് ചെയ്യത്തുള്ളൂ. രണ്ട് ക്വാളിറ്റിയിലും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഫയലും ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ONU റിബൂട്ട് ആയിട്ടുണ്ട്. അപ്ഡേറ്റിന് ശേഷം ഇതിൽ ക്യാപ്ച എനേബിൾ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്യാപ്ച അടിച്ച് വേണം ലോഗിൻ ചെയ്യാൻ. അപ്ഡേറ്റ് ആയ ശേഷം നമ്മളുടെ ഡിഫോൾട്ട് പാസ്വേഡ് ചേഞ്ച് ആവുന്നതാണ്. അപ്ഡേറ്റിന് മുമ്പ് അഡ്മിൻ എന്നായിരിക്കും. അഡ്മിന് ശേഷം STD/ONU I0I എന്നായിരിക്കും പുതിയ പാസ്വേഡ്. അതിൽ ONU എന്നുള്ളത് ക്യാപിറ്റൽ ആയിരിക്കും. ഇനി നമ്മൾ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് സെറ്റ് ചെയ്താലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യൽ മസ്റ്റാണ്.
നമ്മൾ ഫ്രെയിംവെയർ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ അടുത്ത ഫയലും കൂടെ ചെയ്യാൻ പോവുകയാണ്. അതിനായ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ എടുത്ത് അതിൽ സിസ്റ്റം മാനേജ്മെൻറ്റ് എടുക്കുക. അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എടുത്ത് നമ്മൾ രണ്ടാമത്തെ ഫയലായ ഇപ്പോണിൻ്റെ ഫയൽ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം അപ്ഗ്രേഡ് കൊടുക്കുക. വീണ്ടും കൺഫർമേഷൻ കൊടുക്കുക. നമ്മൾ അപ്ഗ്രേഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ONU റിപ്പോർട്ടായി വരുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്ഡേറ്റ് ശേഷം ONU റിബൂട്ടായി ഓൺ ആകുന്നവരെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ONU റിബൂട്ടായിട്ടുണ്ട്. നമ്മളുടെ അപ്ഗ്രേഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ പുതിയ വേർഷനാണ് ഇത്. ഈ സീരീസാണ് പുതിയ വേർഷൻ. നമുക്ക് ഇപ്പോണും ജിപ്പോണും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.